ഹലോ ഓൾ, സൈലന്റ് ടെക്നിക്കലി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിമി ബേസ്ഡ് ആയിട്ട് നമ്മുടെ വരാൻ പോകുന്ന ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിന് അല്ലെ ആ ഒരു നിമി ബേസ്ഡ് ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിന്റെ അകത്ത് നിങ്ങൾക്ക് ആ സിലബസ് നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിലബസിന്റെ അകത്ത് നിന്ന് വരാൻ ചാൻസ് ഉള്ള ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സാക്ട്ലി ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നിമി ബുക്കിന്റെ അകത്ത് ഓരോ മുക്കുന്ന മുന്നൊക്കെ അരിച്ച് പെറുക്കിയിട്ട് PSC ക്വസ്റ്റ്യൻസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർ അത്യാവശ്യം നല്ല പണിയെടുത്തിട്ട് ഇപ്പം കുറച്ച് കാലമായിട്ട് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കുറച്ച് ഇന്റീരിയറിലുള്ള അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഡെഫിനിഷൻസ് അല്ലെങ്കിൽ ആ റിക്വയർമെന്റ്സിന്റെ ഒക്കെ ബേസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ബ്രിഡ്ജിന്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നമ്മൾ പൊതുവെ ആ ഒരു കോമ്പണന്റ് പാർട്സിന്റെ അകത്ത് സിമ്പിൾ ഡയറക്റ്റ് ആയിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് കൂടാണ്ട് ബാക്കി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള രീതിയിലും അതുപോലെ ബാക്കി എന്താണ് നമ്മൾ പറഞ്ഞത് ആ ഒരു പിയേഴ്സ് അതുപോലെ സബ്സ്ട്രക്ചേഴ്സ് ഫൗണ്ടേഷൻ അതൊക്കെ എടുത്ത് നമ്മുടെ ആ ഒരു സിലബസിൽ പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്രിഡ്ജിന്റെ അലൈൻമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രിഡ്ജിന്റെ ആ ഒരു സൈറ്റ് സെലക്ഷൻ അല്ലെ. സോ ഗുഡ് ബ്രിഡ്ജ് സൈറ്റ് വിൽ ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്? സൈറ്റ് ഷുഡ് ബി ജിയോളജിക്കലി സൗണ്ട്. അറ്റ് ദ സൈറ്റ് സ്ട്രീം ഷുഡ് ബി നാരോ വിത്ത് വെൽ ഡിഫൈൻഡ് ആൻഡ് ഫേം ബാങ്ക്സ്. At the site, the river flow should be without whirls and cross current, all of the above. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു സാമാന്യ ഐഡിയ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും അല്ലെ. സോ ഒന്നാമത്തെ കാര്യം സൈറ്റ് ഷുഡ് ബി ജിയോളജിക്കലി സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ബ്രിഡ്ജിന്റെ കേസിൽ മാത്രമല്ല ഏതൊരു ബിൽഡിംഗ് ആയിക്കോട്ടെ എന്തൊരു സ്ട്രക്ചറും ആയിക്കോട്ടെ അല്ലെ. സോ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ജിയോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള റോക്കുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സോയിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അല്ലാണ്ട് നമുക്ക് വലിയ ലോങ് ഡെപ്തിൽ ലോങ് ഡെപ്ത് അല്ല ഒരു വളരെയധികം ഡെപ്തിൽ പോയിട്ട് പൈൽസ് ഒക്കെ ഡ്രൈവ് ചെയ്തിട്ട് വേണം പിന്നെ ചിലപ്പോൾ അവിടെ ആ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ജിയോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള സൈറ്റ് ആണെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ എന്താണ്? സൈറ്റ് സ്ട്രീം ഷുഡ് ബി നാരോ വിത്ത് വെൽ ഡിഫൈൻഡ് ബാങ്ക് അല്ലെ. സോ ഈ കേസിൽ ഒരു നാരോ സെക്ഷനും അതുപോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റിവർ സെക്ഷനും എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പിയേഴ്സ് ആ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അതിൻ്റെതായ ഫൗണ്ടേഷൻ വർക്ക് ഒരുപാട് വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് കോസ്റ്റ് വളരെയധികം കൂടാനുള്ള ചാൻസ് ഉണ്ട് ഈ കേസിൽ ചിലപ്പോൾ എന്താണ് ഒരു സിംഗിൾ സ്പാനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഏരിയ ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു നാരോ ആയിട്ടുള്ള നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബാങ്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. അത് ഇറോഡ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അത് വളരെയധികം നമ്മുടെ ആ ഒരു കൺസ്ട്രക്ഷനെ ഹെൽപ്ഫുൾ ആയിട്ട് നമുക്കൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി നമ്മൾ പറയാറുണ്ട്, സ്ട്രെയിറ്റ് സെക്ഷൻസ് അതൊരു കേർവ്ഡ് സെക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല അല്ലെ. കേർവ്ഡ് സെക്ഷൻ ഉണ്ടാകാൻ പാടില്ല. അല്ല, കേർവ്ഡ് സെക്ഷൻസിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ റിവർ പ്രൊട്ടക്ഷൻ റിവർ ട്രെയിനിങ് വർക്ക്സ് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ അതുകൊണ്ട് സ്ട്രെയിറ്റ് സെക്ഷൻസ് ആണ് നമ്മൾ പിന്നെ പറയുന്ന ഒരു കൺസിഡറേഷൻ. അപ്പൊ ഇതും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അപ്പൊ രണ്ടെണ്ണം ശരിയായ എന്തായാലും ആ ഓൾ ഓഫ് ദി അബോവിലേക്ക് തന്നെ പോകാം. നമുക്ക് ആ തേർഡ് സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഓൾ ഓഫ് ദി അബോവിലേക്ക് പോകാം. സൈറ്റ് റിവർ ഫ്ലോ ഷുഡ് ബി വിത്തൗട്ട് വേൾസ് ആൻഡ് ക്രോസ് കറന്റ്. അത് ചുഴികളും അതുപോലെ അടിയൊഴുക്കൊക്കെ കാര്യമായിട്ട് ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു സ്കൗറിങ് പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബെഡ് മെറ്റീരിയൽസ് ഇറോഡ് ചെയ്ത് പോകുന്ന ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഐഡിയലി നമ്മൾ പറയുന്നത് ആ ഒരു വേൾസും ക്രോസ് കറന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓൾ ഓഫ് ദി എബോവ് ആണ് നമുക്ക് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 2 പോവാം. The supports provided to the superstructures of the bridge at the abutment and piers allowing for longitudinal angular movement to the main girders of the. അപ്പൊ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതുപോലെ ആ ഒരു നിമി ബുക്കിന്റെ അകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതിൽ പറയുന്ന ഒരു കോമ്പണന്റ് പാർട്ടാണ് അല്ലെ. അതായത് ആ ഒരു സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ് ഒരു സപ്പോർട്ട് പ്രൊവൈഡഡ് ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ് അറ്റ് ദ അബട്ട്മെന്റ്സ് ആൻഡ് പിയേഴ്സ് allowing for ലോഞ്ചിറ്റ്യൂഡിനൽ ആംഗുലാർ മൂവ്മെന്റ് ടു ദ മെയിൻ ഗിർഡേഴ്സ് അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു ഗിർഡേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മുടെ ആ ഒരു പിയേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ കൊടുക്കുന്ന ആ ഒരു കണക്ഷൻ എന്നുള്ള രീതിയിൽ ആ ചെറിയ ട്വിസ്റ്റുകൾ വരാം അല്ലെ. അതുപോലെ ആ ഒരു ലോഞ്ചിനുള്ള മൂവ്മെന്റ്സ് ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ അവിടെ വരാം. അപ്പൊ അത് ഒറ്റ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്രാക്സ് വരാം, അവസാനം ഗ്രാജുവലി അത് ഫെയിലിയറിലേക്ക് പോകാം. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ പറയുന്ന ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു കമ്പണന്റിനെയാണ് ബിയറിങ്സ് എന്ന് പറയാം അല്ലെ. സോ ആ ഒരു കണക്ഷൻ നമ്മൾ പറയുന്ന സൂപ്പർ സ്ട്രക്ചറിനെയും സബ്സ്ട്രക്ചറിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ഘടകം അല്ലെ, അതാണ് നമ്മൾ പറയുന്ന ഒരു ബിയറിങ്സ്. ചെറിയ ട്വിസ്റ്റുകളും അതുപോലെ ട്വിസ്റ്റ് അവിടെ പറയുന്ന ആ ഒരു ആംഗുലർ മൂവ്മെന്റ്സ്, അതുപോലെ ആ ഒരു ചെറിയ രീതിയിലുള്ള ലോഞ്ചിറ്റ്യൂണൽ മൂവ്മെന്റ്സ് വന്നാലും അവിടെ നമ്മൾ പൊതുവേ പറയുന്നത് എന്താണ്, ബിയറിങ്സ് ആണ് ആ ഒരു കണക്ഷൻ എലമെന്റ്. ഫൗണ്ടേഷന്റെ കേസ് എന്താണ് നമുക്കറിയാം അല്ലെ, ആ ഒരു ലോഡ് എന്തായാലും താഴോട്ടേക്ക് കൊടുക്കാൻ, ആ ഒരു സോയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു കമ്പണന്റ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻസ്. അതുപോലെ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയുന്ന ആ ഒരു താഴെ, ആ ബിയറിങ്സിന്റെ താഴെ വരുന്ന പിയേഴ്സ്, അതുപോലെ എന്താണ് നമ്മൾ വിങ് വാൾസ്, എബട്ട്മെന്റ്സ് അല്ലെ, അതൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സബ്സ്ട്രക്ചർ, നമ്മുടെ ആ ഒരു ഗ്രൗണ്ട് ലെവലിന്റെ താഴെ, ആ ഒരു റിവർ ബാങ്കിന്റെ ആ ഒരു താഴെ വരുന്ന ആ ഒരു കമ്പണൻസിനെയാണ് നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ പിയേഴ്സിന്റെ കേസിൽ നമുക്കറിയാം എന്താണ്, ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന സപ്പോർട്ടാണ് പിയേഴ്സ്, എൻഡ് സപ്പോർട്ട് ആണെങ്കിൽ അത് എബട്ട്മെന്റ്സ് അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. ടെമ്പററി പിയർ മെയ്ഡ് ഇൻ ദ റിവർ ബെഡ്. ഇത് PSC ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെമ്പററി പിയർ മെയ്ഡ് ഇൻ ദ റിവർ ബെഡ്. അവിടെ ടെമ്പററി സ്ട്രക്ചർ നമ്മളവിടെ രണ്ട്, ഇൻ കേസ് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവിടെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ടൊരു കാര്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടെമ്പററി പിയർ ആണെങ്കിൽ, ടെമ്പററി പിയർ എന്ന് പറഞ്ഞാൽ അവിടെ ടെമ്പററി ആയിട്ടുള്ള സപ്പോർട്ടാണ് അല്ലെ. സോ അതുകൊണ്ട് അവിടെ വരുന്നത് ക്രിബ്സ് ആണ്. സോ ക്രിബ്സ് ആണ് അവിടെ വരുന്ന ആ ഒരു ടെമ്പററി സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ടെമ്പററി പിയർ എന്ന് പറയുന്നത്. ഇനി നമ്മളവിടെ എന്താണ് ആ ഒരു ഫൗണ്ടേഷൻ വർക്കിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയ അല്ലെ, ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ടെമ്പററി സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ആ കേസിലാണ് നമ്മൾ കോഫർ ഡാംസ് പറയുന്നത്. സോ ആ ഒരു വാട്ടർ അല്ലെങ്കിൽ ആ ഒരു സ്ലറി അല്ലെ, നമ്മൾ പറയുന്ന ആ ഒരു വാട്ടർ വിത്ത് ആ ഒരു സോയിലായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു സ്ലറി ഒക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് ആ ഒരു റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഫൗണ്ടേഷൻ വർക്കിന് ആവശ്യമായിട്ട് ഒരു കാവിറ്റി ഉണ്ടാക്കി തരുന്ന ടെമ്പററി സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഫർ ഡാം ആണ്. ഇനി അങ്ങനെയുള്ള ആ ഒരു പെർമനന്റ് സ്ട്രക്ചർ ഏതാണെന്ന് വെച്ചാൽ അത് കേസൻസ് അല്ലെ. സോ അതുകൊണ്ട് ഇവിടെ ടെമ്പററി പിയർ, ആ ഒരു ടെമ്പററി ആയിട്ടുള്ള സപ്പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ആ കേസിൽ നമ്മൾ പറയുന്നത് ക്രിബ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. സോ ലെയർ ഓഫ് കോൺക്രീറ്റ്, മേസൺറി സ്റ്റോൺ എക്സെട്ര laid like flooring at the entrance or outlet of culvert to prevent scouting. ഇവിടെ കൾവേർട്ട് മാത്രമേ പറഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജിന്റെ ആ ഒരു അണ്ടർനീതിൽ നമ്മൾ ആ ഒരു സാധനം കൊടുക്കാറുണ്ട് അല്ലെ. ആ ഒരു ബ്രിഡ്ജിന്റെ ആ ഒരു ഫൗണ്ടേഷൻ ഒന്നും എക്സ്പോസ് ആവാണ്ടിരിക്കാൻ സ്കൗറൊക്കെ ചെയ്തു പോയാൽ ആ ഒരു ഫൗണ്ടേഷൻ വർക്കൊക്കെ മിക്കവാറും എന്നാണ് ആ ഒരു മണ്ണിന്റെ അടിയിൽ നിന്ന് പുറത്തോട്ടേക്ക് വരും അല്ലെ. മണ്ണൊക്കെ ഒഴിച്ചു പോയാൽ അതൊക്കെ പുറത്തോട്ടേക്ക് വന്നാലേക്ക് എന്താണ് അവിടെ ആ ഒരു ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഉണ്ടാവും, അതുപോലെ ആ ഒരു അൺസ്റ്റെബിലിറ്റി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രിഡ്ജസിന്റെ അണ്ടറിൽ നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ലെയർ അല്ലെ, നമ്മൾ പറയുന്ന കോൺക്രീറ്റിൻ്റെത് അല്ലെങ്കിൽ മേസൺറിന്റെ ഒക്കെ ഒരു ലെയർ കൊടുക്കാറുണ്ട്. അതിന് പറയുന്ന പേര് എന്താന്ന് ചോദിച്ചാൽ അതാണ് ഈ പറയുന്ന ഏപ്രൻസ് അല്ലെ. വിങ് വാൾസ്, എബട്ട്മെന്റ്സ്, ഏപ്രൻസ്, അതിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രൻസ് ആണ്. വിയേഴ്സിന്റെ കേസിൽ നമ്മൾ ആ വിയർ കൺസിഡർ ചെയ്ത് അതിന്റെ രണ്ട് സൈഡിലും ഈ ഒരു ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ എന്താണ് ഏപ്രൻസ് കൊടുക്കാറുണ്ട് അല്ലെ. സോ ആ ഒരു ബെഡിൽ വരുന്ന മെറ്റീരിയൽസ് നമ്മുടെ എന്താണ് ആ ഒരു വിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ നേരെ അണ്ടർനീത്ത് ആയിക്കോട്ടെ, അവിടെ നമ്മൾ ആ ഒരു ബെഡിൽ വരുന്ന മെറ്റീരിയൽസിനെ എന്താണ് ഇറോഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ പറയുന്ന ആ ഒരു ഏപ്രൻസ് അല്ലെ. അതുപോലെ റിവെറ്റ്മെന്റ്സിന്റെ കേസ് പറയാറുണ്ട്. റിവെറ്റ്മെന്റ്സ് യൂഷ്വലി നമ്മൾ ആ ഒരു ബ്രിഡ്ജിന്റെ എക്സാക്ട്ലി അണ്ടർനീത്തിലൊന്നുമല്ല, കുറച്ച് മാറിയിട്ട് ആ ഒരു റിവറിന്റെ ബാങ്ക് പ്രൊട്ടക്ഷൻ ആയിട്ടൊക്കെയാണ് നമ്മൾ യൂഷ്വലി റിവെറ്റ്മെന്റ്സ് കൊടുക്കുക അല്ലെ. അതുപോലെ ദൂരെയാണ് നമ്മൾ ആ ഒരു ബെഡില് എന്താണ് ആ ഒരു പ്രൊട്ടക്റ്റീവ് വർക്ക് കൊടുക്കുന്നെങ്കിൽ അല്ലെ, ആ ഒരു സൈഡിൽ കൊടുത്താലും അത് റിവെറ്റ്മെന്റ്സ് ആണ്. ഇനി വിങ് വാൾസ് ആൻഡ് എബട്ട്മെന്റ്സിന്റെ കേസ് ഓൾറെഡി പറഞ്ഞു, ആ എൻഡ് സപ്പോർട്ടിൽ അല്ലെ, എൻഡ് സപ്പോർട്ടുകളെയാണ് നമ്മൾ എബട്ട്മെന്റ്സ് എന്ന് പറയാം. വിങ് വാൾസിന്റെ കേസിൽ ആ എബട്ട്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു വർക്കാണ് അല്ലെ, ആ ഒരു വാളാണ് നമ്മൾ വിങ് വാൾസ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ് എ ത്രൂ ബ്രിഡ്ജ് ഈസ് വൺ വിത്ത് അല്ലെ. So bridge flooring provided at the top of the superstructure, bridge flooring provided at the bottom of the superstructure, bridge flooring is provided at some intermediate level of the superstructure. അപ്പോൾ ഇതിൽ ഏതാണ് ത്രൂ ബ്രിഡ്ജ്? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, ബ്രിഡ്ജ് ഫ്ലോറിംഗ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയും അല്ലെ. സോ നമ്മുടെ ആ ഒരു എൻറ്റയർ സൂപ്പർ സ്ട്രക്ചറിന്റെ മുകളിലാണ് നമ്മുടെ ആ ഒരു ബ്രിഡ്ജ് ഫ്ലോർ വരുന്നതെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ബ്രിഡ്ജ് ഫ്ലോറിംഗ് ഉദ്ദേശിക്കുന്നത് വെഹിക്കിൾസ് മൂവ് ചെയ്ത് പോകുന്ന ആ ഒരു ഫ്ലോർ അല്ലെ, ആ ഒരു ഡെക്ക്. സോ അത് ഏറ്റവും ടോപ്പിലാണെങ്കിൽ നമ്മൾ പറയുന്നത് അത് ഡെക്ക് ബ്രിഡ്ജ് ആണെന്ന്. ഇനി അതല്ല നമ്മൾ ഒരു ട്രസ് ബ്രിഡ്ജോ അല്ലെങ്കിൽ അതുപോലെ സസ്പെൻഷൻ ബ്രിഡ്ജോ ഒക്കെ എടുത്താലും അല്ലെ, ആ കേസിൽ ബ്രിഡ്ജിന്റെ ആ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ആ ഒരു സൂപ്പർ സ്ട്രക്ചർ ഏറ്റവും താഴെ ഏറ്റവും ലോവർ മോസ്റ്റ് പോയിന്റിലാണ് വരിക അല്ലെ. സോ വെഹിക്കിൾസ് അവിടെ മൂവ് ചെയ്ത് പോകുന്നത് അറ്റ് ദ ലോവർ മോസ്റ്റ് ലെയർ ആ ഒരു ലെവലിലാണ്. സോ അങ്ങനെയുള്ള അല്ലെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ത്രൂ ബ്രിഡ്ജ് എന്താന്ന് ചോദിച്ചാൽ
ബ്രിഡ്ജ് ഫ്ലോറിംഗ് ഈസ് പ്രൊവൈഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ. സോ ഈ കാണിക്കുന്ന അല്ലെ ആ ഒരു സെക്കൻഡ് ഫിഗറിൽ കാണിച്ച സാധനം ഒരു എൻറ്റയർ സൂപ്പർ സ്ട്രക്ചറിന്റെ ഏറ്റവും താഴെ കൂടിയാണ് നമ്മുടെ ആ ഒരു വെഹിക്കിൾസ് ക്യാരി ചെയ്യുന്ന ആ ഒരു ഫ്ലോറിംഗ് ഉള്ളതെങ്കിൽ, ആ ഒരു ബ്രിഡ്ജ് ഡക്ക് ഉള്ളതെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ബ്രിഡ്ജസിനെയാണ് നമ്മൾ ത്രൂ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു തേർഡ് ഓപ്ഷനിൽ ബ്രിഡ്ജ് ഫ്ലോറിംഗ് ഈസ് പ്രൊവൈഡ് ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ അല്ലെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള, അത് ഏറ്റവും ടോപ്പിലും അല്ല ഏറ്റവും ബോട്ടത്തിലും അല്ല, അതിന്റെ ഇടയിലാണ് വരുന്നത്, അത് നമ്മൾ സെമി ത്രൂ എന്നാണ് പറയുക അല്ലെ. സെമി ത്രൂ ബ്രിഡ്ജസ് ആണ് ആ ഒരു കേസിൽ പറയുന്ന ആ ഒരു ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. വെൻ ഡിഡ് സ്പ്രെഡ് ഫൗണ്ടേഷൻ അഡോപ്റ്റഡ് ഫോർ വെൻ ഈസ് അല്ലെ, അത് അതിൽ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഒരു ചെറിയൊരു അഭാവം. വെൻ ഈസ് സ്പ്രെഡ് ഫൗണ്ടേഷൻ അഡോപ്റ്റഡ് ഫോർ ബ്രിഡ്ജസ്. സോ നമ്മൾ യൂഷ്വലി ആ ഒരു നിമിയിൽ പറയുന്ന 3 ടൈപ്പ് ഓഫ് എന്താണ് ഫൗണ്ടേഷൻ വർക്ക് ആയിരുന്നു. ഒന്ന് സ്പ്രെഡ് ഫൗണ്ടേഷൻ ആണ്, മറ്റേത് പൈൽ ഫൗണ്ടേഷൻ, അതുപോലെ തേർഡ് കേസിലാണ് നമ്മൾ കേസൻസ് ഓർ കോഫർ ഡാംസ് പറയുന്നത് അല്ലെ. സോ കേസൻസ് ആൻഡ് കോഫർ ഡാംസിന്റെ കേസിൽ കോഫർ ഡാം ആ ടെമ്പററി സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു, കേസൻസ് ആണ് നമ്മൾ ആ ഒരു ക്യാവിറ്റി ആണ്, അത് പിന്നെ എന്താണ് ഗ്രാജുവലി നമ്മുടെ ആ ഒരു പെർമനന്റ് സ്ട്രക്ചറിന്റെ ഭാഗമായി മാറുന്നുണ്ട് അല്ലെ, നമ്മുടെ ആ ഒരു ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് മാറുന്നതുകൊണ്ട് നമ്മൾ കേസൻസിന് ഒരു പെർമനന്റ് സ്ട്രക്ചർ ആയിട്ട് പറയാറുണ്ട്. ഇനി ആ പൈൽ ഫൗണ്ടേഷനും അതുപോലെ എന്താണ് നമ്മൾ ആ ഒരു എന്താണ് സ്പ്രെഡ് ഫൗണ്ടേഷന്റെ ആ ഒരു ഡിഫറൻസ് നോക്കിയാൽ പൈൽ ഫൗണ്ടേഷന്റെ കേസിൽ നമുക്ക് ആ നല്ല സോയിൽ മേളിലില്ലെങ്കിൽ അല്ലെ, ടോപ്പില് നല്ല സോയിൽ അത്യാവശ്യം ചെറിയൊരു ഡെപ്തിൽ തന്നെ നല്ല സോയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് താഴോട്ടേ കുഴിച്ചു പോകേണ്ടി വരും അല്ലെ. സോ ആ കേസിൽ നമ്മൾ ഇതുപോലുള്ള പൈൽസ് കുറെ ഡ്രൈവ് ചെയ്ത് കൊടുക്കുന്നു, അതിനൊക്കെ കണക്ട് ചെയ്ത് പൈൽ ക്യാപ്പ് കൊടുക്കുന്നു, അതിന്റെ മേളിലാണ് നമ്മൾ പിയർ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി അതേ സമയത്ത് അത്ര താഴെ പോവാതെ ഒരു ഷാലോ ഡെപ്തിൽ, ഒരു ചെറിയ ഡെപ്തിൽ തന്നെ നമുക്ക് നല്ല സോയിൽ ഉണ്ടെങ്കിൽ, നല്ലൊരു ഫൗണ്ടേഷൻ ആവശ്യമായിട്ടുള്ള ഒരു സോയിൽ ഉണ്ടെങ്കിൽ അല്ലെ, ആ ഒരു ഫൗണ്ടേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോയിൽ ഉണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ഫൗണ്ടേഷൻസ് കൊടുക്കുന്നത് അല്ലെ. സോ ഗുഡ് സോയിൽ അവൈലബിൾ എറ്റ് ഷാലോ ഡെപ്ത് വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സ്പ്രെഡ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അതുപോലെ അവിടെ ഒരു കൺസിഡറേഷനും കൂടി ഉണ്ട്, ഡെപ്ത് ഓഫ് വാട്ടർ ലോ ആയിരിക്കണം, അത്ര വലിയ ഹൈ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഡെപ്ത് ഓഫ് വാട്ടർ ലെവൽ പാടില്ല അല്ലെ. അതുകൊണ്ട് ഷാലോ ഡെപ്തില് നല്ല സോയിൽ ഉണ്ടെങ്കിലും അതുപോലെ ഡെപ്ത് ഓഫ് വാട്ടർ കുറഞ്ഞ ഒരു സിറ്റുവേഷനിലുമാണ് നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ, അതിന് ഓപ്പൺ ഫൗണ്ടേഷൻ എന്ന് പറയാറുണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി അതിനെ എക്സ്കവേറ്റ് ചെയ്തിട്ട് അവിടെ ആ ഒരു ഫൗണ്ടേഷൻ അല്ലെ, ആ ഒരു ഫോർമ വർക്കൊക്കെ കൊടുത്ത് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അതുകൊണ്ട് അതാണ് ആ ഒരു എന്ത് പറയുന്നത് സ്പ്രെഡ് ഫൗണ്ടേഷന്റെ കേസ്. സോ ഗുഡ് സോയിൽ നോട്ട് അവൈലബിൾ അറ്റ് ഷാലോ ഡെപ്ത് ആണെങ്കിൽ അവിടെ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കുക അല്ലെ, ആ ഒരു കേസിൽ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കും. സോ 2 കേസ് ഓർത്ത് വെക്കുക, വാട്ടറിന്റെ ലെവൽ കുറവും അതുപോലെ എന്താണ് നമുക്ക് നല്ല സോയിൽ ഷാലോ ഡെപ്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്പ്രെഡ് ഫൗണ്ടേഷൻ ആണ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. എന്താണ് മെറ്റീരിയൽ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് വെൽ കേസൻസ്. സോ വെൽ കേസൻസിന്റെ കേസിൽ ഇത് PSC ചോദിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ഏതാണ് അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ, ആ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് കാസ്റ്റ് അയൺ ആണ്. സോ വെൽ കേസൻസിന്റെ കേസിൽ അല്ലെ, ആ ഒരു വെൽ കേസൻസിന്റെ കേസ് നമുക്കറിയാം എന്താണ്, 2 ഓപ്പൺ ടോപ്പും ബോട്ടും ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കേസൻസിനെയാണ് നമ്മൾ വെൽ കേസൻസ് എന്ന് പറയുന്നത്. ടോപ്പ് ഓപ്പൺ ആണെങ്കിൽ നമ്മളൊരു ബോക്സ് എടുത്ത് നോക്കിയാൽ ടോപ്പ് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കേസസ് ആണെങ്കിൽ അത് ബോക്സ് കേസിന് തിരിച്ചാണ്, ടോപ്പ് ക്ലോസ്ഡും ബോട്ടം ഓപ്പണും ആണെങ്കിൽ ആ കേസിൽ ന്യൂമാറ്റിക് കേസൻസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. സോ ആ ഒരു വെൽ കേസൻസിന്റെ കേസിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ കാസ്റ്റ് അയൺ ആണ്. അപ്പൊ ആ ഒരു കേസ് ഓർത്ത് വെക്കുക, കാസ്റ്റ് അയൺ ആണ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു എന്താണ് മെറ്റീരിയൽ ഫോർ വെൽ കേസൺ. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ ബീംസ് ഓർ ഗിർഡേഴ്സ് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബ്രിഡ്ജ് ആർ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ടൈപ്പ് ഓഫ് ദ പിയർ അഡോപ്റ്റഡ്. ഇതും PSC ചോദിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ആ ഒരു നമ്മുടെ ഗിർഡേഴ്സ് അല്ലെ, നമ്മുടെ ആ ഒരു മെയിൻ ബീംസ്. സോ ഐ സെക്ഷൻസ് ആണ് ഗിർഡേഴ്സ് ആയിട്ട് നമ്മൾ പൊതുവേ കൊടുക്കുന്നത്. സോ ആ ഐ സെക്ഷൻസ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ, സോ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ അല്ലെ, ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പിയർ ഏതാന്ന് ചോദിച്ചാൽ അല്ലെ, സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പിയർ ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഈ ഒരു കോളം ബെൻഡ്. സോ ഒരു കോളം ബെൻഡ് ആണ് നമ്മൾ എക്സാക്ട്ലി അവിടെ ആ ബ്രേസിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു കോളം ബെൻഡ് ആണ് നമ്മൾ യൂഷ്വലി ആ ഒരു കേസിൽ കൊടുക്കുന്നത്. സോ അത് ഓർത്ത് വെക്കുക. സോ ലോഞ്ചിറ്റ്യൂഡിനൽ ബീംസ് ഓർ ഗിർഡേഴ്സ് ഓഫ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുന്നത് കോളം ബെൻഡ് ആണ്. ഇനി ഡംബൽ പിയേഴ്സിന്റെ കേസ്, സോ ഡംബൽ പിയേഴ്സിന്റെ കേസിൽ ജസ്റ്റ് 2 ഗിർഡേഴ്സ് മാത്രമാണ് മെയിൻ ആയിട്ട്, അല്ലെ മെയിൻ ഗിർഡേഴ്സ് 2 എണ്ണമാണ് ഉള്ളതെങ്കിൽ, സോ ആ ഒരു 2 ഗിർഡേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ആ സിറ്റുവേഷനിൽ ജസ്റ്റ് അതിന്റെ താഴെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു പിയർ കൊടുത്താൽ മതി അല്ലെ. അതിന് എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു വോളും കൂടി കൊടുക്കാറുണ്ട്. അപ്പൊ ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അതെന്താ ഒരു ഡംബൽ ഷേപ്പിൽ, സോ എക്സാക്ട്ലി ആ ഒരു
ഡംബൽ ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലേ. സോ എക്സാക്ട്ലി ആ ഒരു ഡംബൽ ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡംബൽ പിയേഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെ ഓർത്ത് വെക്കുക, ട്വിൻ ഗിഡേഴ്സ് മാത്രമാണ് അല്ലെ. ഒരു ട്വിൻ ഗിഡേഴ്സിന്റെ മേളിലാണ് അവർ എൻ്റെ സപ്പോർട്ട്, ആ ഒരു സൂപ്പർ സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യപ്പെടുന്നെങ്കിൽ, ആ ഒരു ബ്രിഡ്ജ് ഇടക്ക് സപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ആ സിറ്റുവേഷനിലാണ് നമ്മൾ ഡംബൽ പിയേഴ്സ് കൊടുക്കുക. ട്രസിൽ പിയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രെയിംഡ് ആയിട്ടുള്ള മോസ്റ്റ്ലി സ്റ്റീലിന്റെ ഒക്കെ വർക്കിലാണ് നമ്മൾ ട്രസിൽ പിയേഴ്സ് വരുന്നത്. RCC വർക്കും വരാറുണ്ട് അല്ലെ. സോ ആ ഒരു RCC ആൻഡ് സ്റ്റീലിന്റെ ആ ഒരു ഫ്രെയിം വർക്കിൽ വരുന്ന ആ ഒരു പിയേഴ്സ് ആണ് ട്രസിൽ പിയേഴ്സ്. സോളിഡ് പിയേഴ്സ് ആണെങ്കിൽ ഒറ്റ തടി എന്നൊക്കെ പറയുന്നത് അല്ലേ. സോ ആ ഒരു സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ, അത് മേസൺട്രി ആവാം, RCC ആവാം, അതുപോലെയുള്ള ആ ഒരു ടൈപ്പ് ഓഫ് പിയേഴ്സ് ആണ് സോളിഡ് പിയേഴ്സിന്റെ കേസ് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 9, ബ്രിഡ്ജസ് മോസ്റ്റ്ലി യൂസ് ഫോർ റെയിൽവേ ബ്രിഡ്ജസ് ഓഫ് സ്മോൾ സ്പാൻസ്. ഇതും PSC ഏതോ ഒരു എക്സാം റീസെന്റ് ആയിട്ട് നടന്ന എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ റെയിൽവേ ബ്രിഡ്ജസ് ഓഫ് സ്മോൾ സ്പാൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജസ് ഏതാണെന്നുള്ളത് അല്ലെ. അപ്പൊ അതില് സ്റ്റീൽ സസ്പെൻഷൻ ബ്രിഡ്ജ് ആണോ, സ്റ്റീൽ ട്രസ് ബ്രിഡ്ജ് ആണോ, സ്റ്റീൽ ഗിർഡർ ബ്രിഡ്ജ് ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദി അബവ്? ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ യൂഷ്വലി നമ്മൾ പറയുന്നത് സ്റ്റീൽ ഗിർഡർ ബ്രിഡ്ജ് ആണ്. സോ സ്റ്റീൽ ഗിർഡർ ബ്രിഡ്ജ് ആണ് നമ്മൾ സ്മോൾ സ്പാൻ റെയിൽവേ ബ്രിഡ്ജസിന് യൂസ് ചെയ്യാം. ഇനി ലോങ് സ്പാൻ ഏതാന്ന് ചോദിച്ചാൽ, ലോങ് സ്പാൻ ബ്രിഡ്ജസിന് ഏതാന്ന് ചോദിച്ചാൽ, ലോങ് സ്പാൻ റെയിൽവേ ബ്രിഡ്ജസിന് അതുപോലെ എന്താണ് കമ്പൈൻഡ് റെയിൽവേ ഹൈവേ ബ്രിഡ്ജസ് ആണെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ ട്രസ് ബ്രിഡ്ജ് ആണ്. സോ ആ ഒരു കേസ് ഓർത്ത് വെക്കുക. അതുപോലെ സ്റ്റീലിന്റെ കേസിൽ ഒരു സ്റ്റീൽ ട്രഫ് പ്ലേറ്റ് ബ്രിഡ്ജും ഉണ്ട്, അതിന്റെ സ്പാന് മാക്സിമം 50 മീറ്റേഴ്സ്. സ്റ്റീൽ ട്രസ് ബ്രിഡ്ജ് ആണെങ്കിൽ സ്പാന് മാക്സിമം നമ്മൾ പറയുന്നത് 100 മീറ്റേഴ്സ്. സസ്പെൻഷൻ ബ്രിഡ്ജ് ആണെങ്കിൽ 100 മീറ്റേഴ്സിന്റെ മേളിലാണ് നമ്മൾ ആ ഒരു നിമി ബുക്ക്ലെറ്റ് പ്രകാരം നമ്മൾ പറയുന്ന ആ ഒരു സ്പാനിന്റെ വാല്യൂസ്. ക്വസ്റ്റ്യൻ നമ്പർ 10, ഇതും നമുക്ക് റീസെന്റ് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിട്ടുള്ള ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട്. സോ കണ്ടീഷൻ ഫോർ പ്രൊവിഷൻ ഓഫ് കേസൺസ് ഓവർ കോഫർ ഡാം അല്ലെ. എപ്പോഴാണ് നമ്മൾ കേസൺസ്, കോഫർ ഡാംസും കേസൺസിന്റെയും കേസ് നമ്മൾ പറഞ്ഞു, പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേസൺസ്, ടെമ്പററി ആയിട്ടുള്ള സ്ട്രക്ചറാണ് കോഫർ ഡാം അല്ലെ. അപ്പൊ ഏതൊക്കെ കണ്ടീഷൻസിലാണ് കേസൺസ്, കോഫർ ഡാംസിന്റെ ആ ഒരു കൺസ്ട്രക്ഷനേക്കാളും നല്ലത് കേസൺസ് ആണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് അല്ലെ. സോ പ്ലാൻ ഏരിയ ഓഫ് ഫൗണ്ടേഷൻ വർക്ക് ഈ സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഡെപ്ത് ഓഫ് വാട്ടർ. സോ പ്ലാൻ ഏരിയ അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു 1 മീറ്റർ ബൈ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 2 മീറ്റർ ബൈ 2 മീറ്റർ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഏരിയ ആണ് നമുക്ക് ആവശ്യം എന്ന് വിചാരിക്കുക അല്ലെ. ആ ഒരു കേസിൽ 2 മീറ്റർ ബൈ 2 മീറ്റർ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു ഏരിയ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ആ കേസിൽ ഒരു 10 മീറ്റർ അല്ലെങ്കിൽ ഒരു 15 മീറ്റർ ഒക്കെ ഡെപ്ത് ഓഫ് വാട്ടർ വരികയാണെങ്കിൽ നമ്മളൊരു ടെമ്പററി സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു വാട്ടർ പ്രഷർ വളരെ അധികമാണല്ലേ, ഒരു അത്യാവശ്യം നല്ല ഡെപ്തിൽ ഒരു വാട്ടർ ലെവൽ വരികയാണ്. അപ്പൊ ആ കേസിൽ അവിടെ നിന്നാണ് അത് തകർന്നു പോകാൻ ഒരു ചാൻസ് വളരെ അധികമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് എന്താണ്, പ്ലാൻ ഏരിയ ഓഫ് ഫൗണ്ടേഷൻ വളരെ ചെറുതാണ് കമ്പയർഡ് ടു ദ ലെവൽ ഓഫ് വാട്ടർ. ആ സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോഫർ ഡാം ആണ്. അത് വളരെ ശരിയാണ്. ഡീവാട്ടറിംഗ് ഡിഫിക്കൽട്ടീസ്, സോ അവിടെ എന്താണ്, സോയിലിന്റെ പെർമിബിലിറ്റി വളരെ കൂടുതലാണെങ്കിൽ അല്ലേ നമ്മൾ ആ ഒരു കോഫർ ഡാം ഉണ്ടാക്കുന്നു. അപ്പൊ സൈഡിൽ നോക്കി എന്താണ് വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് വരാൻ അല്ലെ, ആ ഒരു പെർമിയബിലിറ്റി കാരണം അതെന്താണ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്ക് വളരെ ആ ഒരു അല്ലെ ആ ഒരു ഉറവയിൽ നമ്മൾ കിണറിലൊക്കെ വെള്ളം വരുന്ന പോലെ ആ ഒരു ഹൈ ഇന്റൻസിറ്റിയിൽ വാട്ടർ ഇങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് ഡീവാട്ടർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ആ ഒരു കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ വെള്ളം റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു ഡീവാട്ടറിങ് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കോഫർ ഡാംസ് കൊടുക്കുന്ന അത്ര സിമ്പിൾ ആയിരിക്കില്ല. അതുപോലെ വാട്ടറിന്റെ ഡെപ്ത്, ആ സൈഡിലുള്ള വാട്ടറിന്റെ ഡെപ്ത് വളരെ കൂടുതലാണെങ്കിൽ ആ വാട്ടർ പ്രഷർ കാരണം ഇൻഫിൽട്രേറ്റ് ചെയ്ത് വാട്ടർ വരാം അല്ലെ. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഈ കോഫർ ഡാംസ് കൺസിഡർ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു എക്കണോമിക്കൽ ആയിട്ട് ഒരു ഓപ്ഷൻ ആയിരിക്കില്ല. അതിനേക്കാളും നല്ല എന്തായാലും ആ ഒരു കേസൺസിന്റെ കൺസ്ട്രക്ഷൻ ആയിരിക്കാം. അപ്പൊ ആ ഒരു കേസും കറക്റ്റ് ആണ്. ഡീവാട്ടറിംഗ് ഡിഫിക്കൽട്ടീസ് വരുന്ന സിറ്റുവേഷൻസിലും കോഫർ ഡാംസിനേക്കാളും എന്തുകൊണ്ടും നമ്മൾ പറയുന്ന എക്കണോമിക്കൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കേസൺസ് ആണ്. ഇനി ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മുടെ ആ ഒരു PSCയിൽ ചോദിച്ചത്. നമ്മൾ യൂഷ്വലി കേസൺസും കോഫർ ഡാംസിന്റെയും കേസിൽ എപ്പോഴാണ് കേസൺസ് കോഫർ ഡാമിനേക്കാളും എക്കണോമിക്കൽ ആവാൻ തുടങ്ങുക എന്നുള്ളത് അല്ലെ. സോ ഡെപ്ത് ഓഫ് വാട്ടർ എന്നാണ്, ഡെപ്ത് ഓഫ് അബൌട്ട് 12 മീറ്റേഴ്സിനേക്കാളും കൂടുതലാണ് നമ്മൾ പറയുന്നതെങ്കിൽ അല്ലെ. സോ ഹെവി ഫൗണ്ടേഷൻ വർക്ക്സ് വിച്ച് ആർ ടു ബി പ്രൊവൈഡ് അറ്റ് ഡെപ്ത് ഓഫ് അബൌട്ട് 12 മീറ്റേഴ്സ് ഒക്കെ വരുന്ന ആ ഒരു അതിനേക്കാളും കൂടുതലാണ് നമ്മുടെ ആ ഒരു ഡെപ്ത് എങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നത് എന്താണ്, കോഫർ ഡാംസിനേക്കാളും പ്രിഫർ ചെയ്യപ്പെടേണ്ടത് കേസൺസ് ആണെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആൻസറിനകത്തും എന്താണ്, ഈ ഒരു ക്വസ്റ്റിനകത്തും ഈ മേളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. അപ്പൊ ഇതാണ് ആ ഒരു നമ്മൾ തൽക്കാലത്തേക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു 10 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ആ ഒരു ബ്രിഡ്ജിന്റെ സിലബസ് അത്യാവശ്യം നല്ല വൈഡായിട്ട് അതിനകത്ത് കൊടുത്തുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു നല്ല വെയിറ്റ്, ഒരു മേ ബി ഒരു 2-3 മാർക്സിനൊക്കെ വെയിറ്റേജ് വേണമെങ്കിൽ ബ്രിഡ്ജിന്റെ അകത്ത് നമുക്ക് ചിലപ്പം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടോപ്പിക്കൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക.
അപ്പൊ നമ്മളിനി അടുത്തതായിട്ട് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്താണ് വീക്ക് ഡേ ക്ലാസ്സുകൾ മാത്രമാണോ ഉള്ളതെന്നുള്ളത് അല്ലേ. അതായത് നമുക്ക് പൊതുവേ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് പ്രിപ്പറേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവുന്ന സിറ്റുവേഷൻ ആണല്ലേ. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് പൊതുവേ നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ട് നോക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് മൊത്തത്തിൽ ഒരു ടയേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു സൺഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ് ഓഗസ്റ്റ് 10-ാം തീയതി മുതലാണ്. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 11,000 ആണ്. നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1000 രൂപേന്റെ ഓഫറൊക്കെ ഉണ്ട്. 10,000 റുപ്പീസ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇനി ആ ഒരു പ്രൈവറ്റ് ജോലി അല്ലെ, മേളിൽ തന്നെ നല്ല വൃത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ പ്രൈവറ്റ് ജോലി ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെ, എന്തായാലും പ്രൈവറ്റ് ജോലിനേക്കാളും എന്തുകൊണ്ടും ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ കിട്ടാനും അതുപോലെ നമുക്കൊരു ജോബ് സെക്യൂരിറ്റി ഒക്കെ വരുന്നത് എന്തായാലും നമ്മുടെ ഗവൺമെന്റ് ജോബ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ നമ്പർ വന്ന് 9995-100-800 അല്ലെ, ആ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് വിളിച്ചൊന്ന് അന്വേഷിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്യുന്നത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്, ബൈ.